الحمد لله وحده أنجز وعده ونصر عبده وهزم الأحزاب وحده وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. فيا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن لكم في الأنعام لعبرة نسقيكم مما في بطونها ولكم فيها منافع كثيرة ومنها تأكلون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനമുള്ള ആദരണീയരായിട്ടിക്കരെ നണ്ടോ പിരിസത്തരെ സത്യവിശ്വാസികൾ വിശ്വാസിനികളായിട്ടിക്കരെ സഹോദരങ്ങളെ സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായിട്ടിക്കരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ ആജ്ഞാ നിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടോ. സ്വന്തത്തോടെന്ന പോലെ എല്ലാവരോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഈമാനും തഖ്വായുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെയേറെ അനുഗ്രഹീതമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയായിട്ടിക്കറ് നാം എല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കരുത്. ദിൽഹിജ്ജ ആദ്യത്തെ 10 ആ ദിൽഹിജ്ജ ആദ്യത്തെ 10 4-ാമത്തെ ദിവസമാണ്
ഇന്ന് ഈ വെള്ളിയാഴ്ച ദിവസം. ഇനി 2-3 ദിവസങ്ങളങ്ങ് കഴിഞ്ഞു കടന്നാൽ പിന്നീട് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയായി. ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ, പണ്ഡിതന്മാർ പറയുന്നത് റമദാനിലെ അവസാനത്തെ 10 പോലെ അല്ല, അതിനേക്കാളും അധികം എന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അത്രമാത്രം പ്രാധാന്യമുള്ള ദിനരാത്രങ്ങളായിട്ട് ഈ ആദ്യത്തെ 10 ഉണ്ട് ചൊല്ലുന്നത്. എന്തുകൊണ്ടാണ്? ഒരുപാട് ഇബാദത്തുകൾ അതിൽ ജമായണെ ഒരുമിച്ച് കൂടുക. അതുകൊണ്ടാണ്. അതിൽ ഏറ്റവും പ്രധാനമായത് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ്. 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് തുടക്കമായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആ പുണ്യനഗരിയെ ലക്ഷ്യമാക്കിയും കൊണ്ട് സത്യവിശ്വാസികളും വിശ്വാസിനികളുമെല്ലാം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുമെല്ലാം തന്നെ ധാരാളം പേര് ഹജ്ജിനായി അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ സ്വീകാര്യയോഗ്യമായ ഹജ്ജും ഉംറയും നിർവഹിച്ച് വളരെ സുരക്ഷിതമായ നിലക്ക് പോയി സുരക്ഷിതമായ നിലക്ക് ഞങ്ങളെ വീട്ടിലേക്ക് എത്തണകോ അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ദിൽഹിജ്ജ 8 കൂടിയായിട്ട് ഹജ്ജിലെ കർമ്മം ആരംഭിക്കുന്നത്. ദിൽഹിജ്ജ 8 ഓരോരുത്തരും കുളിച്ച് ശുദ്ധിയായി ഹജ്ജിനുള്ള ഇഹ്റാമിൽ പ്രവേശിച്ചും കൊണ്ട് എല്ലാവരും മിനയിലേക്ക് എത്തുകയാണ്. അങ്ങനെ 2 രാത്രി 2 രാത്രി അവർ മിനയിൽ കളിച്ചു കൂട്ടുന്നുണ്ട്. ഓരോ നിസ്കാരങ്ങളും അതതിൻ്റെ സമയത്ത് 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായി അതതിൻ്റെ സമയത്ത് അവിടെ അവർ നിർവഹിക്കുന്നു. മസ്ജിദുൽ ഹറാം അത്ര മുട്ടയുണ്ടെങ്കിലും മസ്ജിദുൽ ഹറാമിലേക്ക് അവർ വരുന്നില്ല. മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരത്തിന് ലക്ഷത്തിലധികം പ്രാധാന്യമുള്ള പ്രതിഫലമുള്ളതാണെങ്കിലും ദിൽഹിജ്ജ 8-2 അങ്ങോ മിനയിലാണ് കളിച്ചു കൂട്ടുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് ചൊല്ലുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അങ്ങനെയാണ്. ദിൽഹിജ്ജ 8-ന് അള്ളാഹുവിൻ്റെ പ്രവാചകനും അവിടുത്തെ സഹാബത്തും മിനയിലേക്കാണ് പോയത്. അവിടെ മിനയിലെ തമ്മിൽ അവിടെയാണ് കളിച്ചു കൂട്ടിയത്. പിറ്റേന്ന് അറഫാ ദിവസമാണ്. എല്ലാവരും അറഫ മൈതാനിയെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് അറഫ? ഈ ദിൽഹിജ്ജ ആദ്യത്തെ 10-ലുള്ളതായിരിക്കുന്ന ഒരു ദിവസമായിട്ട് അറഫ. എന്തിനാ അറഫ ദിവസം കൊണ്ട് ചൊന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നു, മാമിൻ യൗമിൻ അഫ്ളലു ഇൻദല്ലാഹ് മിൻ യൗമി അറഫ. അല്ലാഹുവിന് ഏറ്റവും പ്രിയങ്കരമായത്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അറഫയേക്കാൾ വേറെ ഒരു ദിവസം ഇല്ല. അത്രമാത്രം ശ്രേഷ്ഠകരമായ ഒരു പകൽ ഒരു ദിവസമായിട്ട് അറഫാണ്ട് ചെന്നെങ്കിൽ, ആ അറഫാണ്ട് ചെന്നെങ്കിൽ എന്തിരെ അതിൻ്റെ പ്രാധാന്യം എന്തിരെ? ആ അറഫ ദിവസത്തെ ഖദറിന്റെ രാത്രി പോലെ നാം കാണേണ്ട ദിവസമായിട്ട് നമുക്കൊക്കെ പിടിയുള്ള കാര്യമല്ലേ. റമളാനിലെ അവസാനത്തെ 10-ൽ നമ്മളിൽ പലരും അവസാനത്തെ 10 പള്ളിയിൽ ഭജനമിരുന്നും കൊണ്ട് ഇഅ്തികാഫ് ദയിച്ചും കൊണ്ട് ആ അവസാനത്തെ 10-ന്റെ രാത്രിയും പകലും കഴിച്ചു കൂട്ടിയ ആളുമാർ നമ്മുടെ ഇടയിലുണ്ടല്ലോ. എന്തിനു വേണ്ടി? ആ ഖദറിന്റെ ആ ഒരൊറ്റ രാത്രിയെ പ്രതീക്ഷിച്ചു കൊണ്ടായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്ന മാതൃക എന്താണ് പ്രിയമുള്ളവരെ? റമളാൻ മാസത്തിന്റെ പ്രത്യേകത എന്ന് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ് അല്ലേ? റമളാൻ മാസത്തിന്റെ പ്രത്യേകത ഉണ്ട് ചൊന്നെങ്കിൽ അതിന്റെ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകതയായിട്ട് റമളാനിന്റെ പ്രത്യേകത ഉണ്ട് ചൊന്നെങ്കിൽ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത എന്തിനെ? 1000 മാസത്തെക്കാളും പുണ്യമുള്ള രാത്രി.
എന്തുകൊണ്ട് ആ രാത്രിക്ക് 1000 മാസത്തേക്കാളും പുണ്യം വന്നു? അതെ, പരിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിക്കപ്പെട്ട ഒരു രാത്രിയായിട്ട് ആ രാത്രി എന്ന് നമുക്കൊക്കെ പിടിയുള്ള കാര്യമാണ്. അതെ, ഒരു രാത്രിയിലായിട്ട് ഇരുട്ട് നിറഞ്ഞ ഒരു രാത്രി, ഇരുട്ട് നിറഞ്ഞ ഒരു ലോകത്ത് ആ ഇരുട്ടിനെ എല്ലാം തള്ളി നീക്കിയും കൊണ്ട്, ആ ഇരുട്ടിനെ എല്ലാം തന്നെ വകഞ്ഞു മാറ്റിയും കൊണ്ട് പ്രകാശഗോപുരമായിട്ട് വിശുദ്ധ ഖുർആനിക്ക് തുടക്കം കുറിച്ച രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എങ്കിൽ, അതേ വിശുദ്ധ ഖുർആനിക്ക്, ആ വിശുദ്ധ ഖുർആനിന്റെ പരിസമാപ്തിയുടെ, ആ വിശുദ്ധ ഖുർആനിന്റെ അവസാനിപ്പിച്ചതിന്റെ പരിസമാപ്തിയുടെ പ്രഖ്യാപനം നടന്നതായിട്ടിക്കരെ ഒരു പകലായിട്ടിക്കരെ അറഫായുടെ പകലിട്ട് ചൊന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പിടിയായില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു രാത്രി പ്രദാനം ചെയ്തു, മഹത്തായ ഒരു രാത്രി. അതേപോലെ മഹത്തായ ഒരു പകല് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്തു. അതായിട്ടിക്കരെ അറഫായുടെ പകലിട്ട് ചൊന്നെങ്കിൽ എന്തുകൊണ്ട് ആ പകലുക്ക് അത്രമാത്രം പ്രാധാന്യം വന്നു? അതേ, പരിശുദ്ധ ഖുർആനിന്റെ പരിസമാപ്തിയുടെ പ്രഖ്യാപനം കത്തിജ്വലിക്കര സൂര്യനെ സാക്ഷി നിർത്തിയും കൊണ്ട് അറഫാട്ട് ചൊല്ലുരെ ആ വിശാലമായതായിട്ടിക്കരെ പരന്നു കിടക്കരെ ആ മൈതാനിനെ സാക്ഷി നിർത്തിയും കൊണ്ട് 10,000 ലക്ഷത്തിലധികം വരുന്ന ശുഭ്രവസ്ത്രധാരികളായിട്ടിക്കരെ ജനസാഗരങ്ങളെ സാക്ഷി നിർത്തിയും കൊണ്ട് അതാ അസറിന് ശേഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്നും കൊണ്ട് പ്രാർത്ഥനയിലും സിക്റിലും മുഴുകുന്ന ആ സന്ദർഭത്തിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പരിശുദ്ധ ഖുർആനിന്റെ പരിസമാപ്തിയുടെ പ്രഖ്യാപനവുമായിട്ട് വന്നതായിട്ടിക്കരെ ഒരു പകലായിട്ട് അറഫായുടെ പകൽ. ഏതാണ് പരിശുദ്ധ ഖുർആനിക്ക് പരിസമാപ്തി കുറിച്ച ആ പ്രഖ്യാപനം? ഏതാണ്? ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. നമ്മുടെ മനസ്സിൽ ആയത്ത് എപ്പോഴും ഉണ്ടാകണം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാനിതാ പൂർത്തിയാക്കി തന്നെ. അതേ, മതം പൂർത്തിയായ ദിവസം, ദീന് പൂർത്തിയായ ദിവസം. വഅത്മംതു അലൈക്കും നിഅമതി. നോക്കണം എന്തുമാത്രം വികാരഭരിതമായതായിട്ടിക്കര ഒരായത്തായിട്ടിക്കര. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ നിഅമത്തായിട്ടിക്കര ദീനുൽ ഇസ്ലാം എന്ന് ചൊല്ലുരെ ആ ദീനിനെ, ആ മഹാനുഗ്രഹത്തെ, ഖുർആനാകുന്ന മഹാനുഗ്രഹത്തെ അതെല്ലാം പൂർത്തിയായി പ്രഖ്യാപിച്ചതായിരിക്കര ഒരു ദിവസമായിട്ടിക്കര. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ദീനുൽ ഇസ്ലാമിന് നിങ്ങൾക്ക് പ്രമാണമായി ഞാനിതാ പൊരുത്തപ്പെട്ടു തന്നെ. ഇനി നിങ്ങൾക്കുള്ള പ്രമാണം അത് ദീനുൽ ഇസ്ലാം, അതിന്റെ പ്രമാണം പരിശുദ്ധ ഖുർആനായിട്ടിക്കറ്. ഈ പ്രഖ്യാപനം നടന്നത് അതൊരു അറഫാ ദിവസം അസറിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രഖ്യാപനമായിട്ട് പിടിയായിട്ടല്ലേ ദീന് നിങ്ങൾക്ക് പൂർത്തിയായി. ഇനി നിങ്ങൾ ദീനിന്റെ വിഷയത്തിൽ അല്ലാഹും റസൂലും അല്ലാതെ വേറെ ഒരാളും ഇടപെടേണ്ട ഒരാവശ്യമില്ല. ഇനി ആർക്കും അതിൽ ഒരു ഏറ്റ വ്യത്യാസങ്ങൾ ഒന്ന് അധികരിപ്പിക്കണോ ചുരുക്കണോ ഒന്ന് ഇടപെടണോ ആർക്കും അതിൽ അവകാശമില്ല. ഒരു ശൈഖുകോ, ഒരു ഇമാമുകോ, ഒരു ഉസ്താദുകോ, ഒരു മൗലാനക്കോ, ഒരു തങ്ങൾക്കോ, ഒരു ഖാദിക്കോ, ഒരു മുഫ്തിക്കോ ആരായാലും അല്ലാഹും അവന്റെ റസൂലും ചൊന്നതിന് എതിരായിട്ട് എന്തെങ്കിലും ഒരു പളക്ക, എന്തെങ്കിലും ഒരു വേടങ്ങ് ചൊന്നാൽ അതിനങ്ങളെ മോത്തേക്ക് തന്നെ വലിച്ചെറിയണം, ചവറ്റുകൊട്ടയിലേക്ക് തന്നെ വലിച്ചെറിയണം. അതെ, ഇനി മുതൽ മാ ഖാലല്ലാ, അല്ലാഹു ചൊന്നത്, വഖാല റസൂലുള്ളാ, അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് മാത്രം. അങ്ങനെയുള്ള പരിശുദ്ധ ഖുർആനിന് പരിസമാപ്തി കുറിച്ചതായിട്ടിക്കരെ ആ ആയത്ത്, ആ പ്രഖ്യാപനം നടന്നത് അതൊരു അറഫാ ദിവസത്തിന്റെ പകലിലായിട്ട്. അപ്പൊ അതിൻ്റെ ശേഷം
ചില ആയത്തുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അഹ്കാമുമായി ബന്ധപ്പെട്ടതല്ല, അഹ്കാമുമായി ബന്ധപ്പെട്ടും കൊണ്ട്, വിധിവിലക്കുകളുമായി ബന്ധപ്പെട്ടും കൊണ്ട് ഇതിന്റെ ശേഷം വേറെ ഒരായത്തും ഇറങ്ങിയിട്ടില്ല. പിന്നീട് 1-2 ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ആഖിറവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അതിൽ അഹ്കാമോ വിധിവിലക്കുകളോ ഇല്ല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജിനെല്ലാം ശേഷമായിട്ട് ഒരു പൂർണ്ണമായ നിലക്ക് ഒരു സൂറത്ത് അവതരിച്ചത് അത് പരിശുദ്ധ ഖുർആനിലെ 110-ാമത്തെ അധ്യായമായിട്ടിക്കരെ സൂറത്തുൻ നസ്റായിട്ട് ഇദാ ജാഅ നസ്റുല്ലാഹ്. അതിലും അഹ്കാമുകളില്ല, വിധിവിലക്കുകളില്ല. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹു വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. ആ സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്തയാണ് അല്ലാഹു തആല അറിയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അധ്യായം അവതീർണമായപ്പോ റസൂൽ സഹാബത്തിനട്ട് ചൊന്നപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കണു സാധിക്കും, നക്കിതാ മരണം മണക്കൊണുകു തുടങ്ങിയിട്ട്, മൗത്ത് മണക്കൊണുകു തുടങ്ങിയിട്ട് നിന്റെ മരണവാർത്തയാണ് ഈ അധ്യായത്തിലൂടെ അറിയിക്കപ്പെട്ടത്. അള്ളാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, ഇദാ ജാഅ നസ്റുല്ലാഹ്, അള്ളാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഫത്ഹും മക്കം ഫത്ഹും എല്ലാം തന്നെ വിജയവും ഇസ്ലാമിക്ക് വന്നു കഴിഞ്ഞാൽ, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ, അല്ലാഹുവിന്റെ ദീനിലേക്ക് ജനങ്ങൾ ഗുംപുകളായി, കൂട്ടം കൂട്ടമായി, തണ്ടോപതണ്ടകളായി ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങിയാൽ എന്തിന് പിന്നെ നബിയെ നിങ്ങളുടെ ജവാബ്ദാരിക്ക് തീർത്ത്, നിങ്ങളുടെ മിഷൻ തീർത്ത്, നിങ്ങളുടെ ദൗത്യം അവസാനിച്ചിട്ട് ഇനി മരണത്തിന് നന്റെ മുട്ടമുള്ള സഫർഗ, ആഖിറത്തുള്ള സഫർഗ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ നബിയെ എന്ന പ്രവാചകന്റെ മരണത്തെ കുറിച്ചുള്ള സൂചനയായിട്ട് ആ അധ്യായത്തിലും ഉണ്ടായത്. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ പരിസമാപ്തിയുടെ പ്രഖ്യാപനം നടന്നതായിട്ടിക്കരെ ഒരു പകലാണ് അറഫ. എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫായുടെ ദിവസം സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറാവുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിട്ട് ചൊല്ലൂ, നല്ലപോലെ ശ്രദ്ധിക്കണം. ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലൂ, യാ ബിലാൽ അൻസിത്തിന്നാസ്, ബിലാലെ ജനങ്ങളിട്ട് സൈലന്റ് ആവണു ചൊല്ലോറോ, ജനങ്ങളിട്ട് നിശബ്ദമാകണു ചൊല്ലോറോ. റസൂലുള്ള ചൊല്ലുന്നത് എത്ര ജനങ്ങളാ പ്രവാചകന്റെ ഒട്ടിക്ക് ഹജ്ജ് ചെയ്യുമ്പോൾ എത്ര ആളുകളാ ഉണ്ടായത്? ലക്ഷത്തിലധികം അല്ലേ? ലക്ഷത്തിലധികം ആളുകളാണ്. ആ ജനങ്ങളിട്ട് എല്ലാം നിശബ്ദരാകണു ചൊല്ലോറു. റസൂലുള്ള ചില പ്രധാനപ്പെട്ട കാര്യം ചൊല്ലണു പോകൂ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങളുടെ ചൊന്ത്, ജനങ്ങളെ നിശബ്ദരാകൂ, സൈലന്റ് ആകൂ. അല്ലാഹുവിന്റെ റസൂലുക്ക് നിങ്ങളുടെ ചിലപ്പോഴൊക്കെ പറയണമുണ്ടോ? പ്രിയമുള്ളവരെ, ആ ശബ്ദം എല്ലാവരും കേൾക്കരുത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം അണ്ടിണ്ടത്തെ മാതിരി ലൗഡ് സ്പീക്കറില്ല, മൈക്കുകളില്ല. റസൂലുള്ള ബായിൽ ചൊല്ലറ പഴക്കം, എല്ലാവരും നിശബ്ദരായി. ഹബീബായ റസൂൽ തൻ്റെ കസ്വാ കണ്ട് ചൊല്ലുറേ, ആ പോട്ടകപ്പുറത്ത് നിന്നെടുത്ത് അവിടുന്ന് ചൊല്ലുറു, ജനങ്ങളെ, മആശിറന്നാസ്, ജനങ്ങളുടെ സമൂഹമേ, അതാനി ജിബ്രീലു ആനിഫാ, ഇപ്പൊ ജിബ്രീൽ നന്റെ മുട്ട ಬಂತು, വഖറഅനി മിർ റബ്ബി അസ്സലാം, നന്റെ റബ്ബിന്റെ സലാം നിങ്ങൾക്കെല്ലാം ഇതാ അറിയിച്ചിറ്. എന്നിട്ട് വഖാൽ ഇന്നല്ലാഹ അസ്സ വജല്ല ഗഫറ ലിഅഹ്ലി അറഫാത്ത്. എന്നിട്ട് അല്ലാഹു അറിയിച്ചിറ്. ആരാ ചൊല്ലുന്നത്? ജിബ്രീൽ അലൈഹിസ്സലാം. ആരട്ടെ ചൊല്ലുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരട്ടെ ചൊല്ലുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരട്ടെ ചൊല്ലുറു? ആ നബിയുടെ ഒട്ടിಗೆ ഹജ്ജ് ചെയ്യണക്ക് വന്ന ഹജ്ജിന്റെ ഭാഗമായ അറഫയിൽ തടിച്ചു കൂടിയ ആ ജനസാഗരങ്ങളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നത്. എന്തിനെ?
ഇന്നല്ലാഹ അസ്സ വജല്ല ഗഫറ ലിഅഹ്ലി അറഫാത്ത്. അറഫയിൽ ഇവിടെ തടിച്ചുകൂടിയതായിട്ട് എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു തന്ന്, അല്ലാഹു പുറത്തു കൊടുത്ത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട് അവിടെ. ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ എണിച്ച് നിൽക്കറ്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു കേക്കറ്, യാ റസൂലല്ലാഹ് ഹാദാ ലനാ ഖാസ്സ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇത് ഞങ്ങൾക്ക് മാത്രം പ്രത്യേകമാണോ? ഞങ്ങൾക്ക് ഇടിച്ചെന്നെങ്കിൽ നിങ്ങളെ ഒട്ടിಗೆ ഹജ്ജ് ചെയ്യണക്ക് വന്നതായിട്ടിരിക്കിற ഞങ്ങോ ഈ അറഫയിൽ നിന്ന് ഞങ്ങൾക്ക് മാത്രമാണോ ഈ ഓഫർ ഉള്ളത്, ഈ പ്രോമിസ്, ഈ ഓഫർ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനമായിട്ട് റസൂലുള്ളാഹിന് ഉത്തരം കൊടുക്കാൻ പറ്റില്ലല്ലോ. റസൂലുള്ളാഹിക്ക് ആഖിറവുമായി ബന്ധപ്പെട്ട മഗ്ഫിറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ വഹി പറയണം. നമ്മളെ മാതിരിയല്ല, നമ്മളൊന്നും കേട്ടാൽ അപ്പം റെഡി, ഉത്തരം തയ്യാറ് നമ്മളട്ടല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗനം ദീക്ഷിച്ച് അതാ കുറച്ച് കളഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് വഹി വന്ന്. എന്നിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി ചൊല്ലുറു, ഹാദാ ലക്കും വലിമൻ അതാ മൻ ബഅദകും ഇലാ യൗമിൽ ഖിയാമ. ഇത് നിങ്ങൾക്കും ഇപ്പോൾ അല്ലാഹു അറിയിച്ച എല്ലാവർക്കും അല്ലാഹു പുറത്തു തന്നു എന്ന ഈ ഓഫർ നിങ്ങൾക്കും ഖിയാമത്ത് നാൾ വരെ ഹജ്ജുകായി പണ്ട് ഹജ്ജിന്റെ ഭാഗമായി അറഫായിൽ നിൽക്കരെ എല്ലാവർക്കും ഇത് ബാധകമായിട്ടിക്കറ്. പിടിയത്തല്ലേ, അറഫയിൽ നിന്നെങ്കിൽ മയ്യാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പാപങ്ങൾ പൊറുക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, അറഫയുടെ ദിവസം കൊണ്ട് ചൊന്നെങ്കിൽ പിശാച് ശൈത്താൻ ഏറെ സങ്കടപ്പെട്ടും കൊണ്ട് ബുൾപുട്ട് തലയിൽ മണ്ണിട്ട് കരഞ്ഞ് ബുൾപുട്ട് ഓടുന്ന ദിവസമായിട്ട് അറഫ ദിവസം. എന്തേ? എത്രയോ ആളുമാരെ തെറുത്തപ്പാട്ടി അങ്ങനെ നരകത്തിലേക്ക് എത്ര ഒരു അവസ്ഥ ഉണ്ടാക്കി. ആ പരിശ്രമം അവൻ നടത്തിയതായിട്ടിക്കരെ ആ പരിശ്രമം എല്ലാം വെറുതെ ആയിട്ട് അല്ലേ? അതുകൊണ്ടാണ് അവൻ അന്ന് അവന്റെ തലയിലേക്ക് മണ്ണിട്ടിട്ട് ബുൾപുട്ട് ഓടുന്ന ദിവസമായിട്ടിക്കരുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത്, മാ റുഇയ ശൈത്താനു യൗമാ ഫീഹി അസ്ഗർ വലാ അദ്ഹർ വലാ ഹഖർ വലാ അഗ്യള മിൻഹു ഫീ യൗമി അറഫ. അറഫ ദിവസത്തിൽ ശൈത്താൻ കോപിഷ്ഠനാകരുത് പോലെ, നിന്ദ്യനാകരുത് പോലെ, നികൃഷ്ടനാകരുത് പോലെ, തരം താളുന്നത് പോലെ വേറെ ഒരു ദിവസത്തിലും നികൃഷ്ടരാവര് നിന്ദ്യരാവര് വേറെ ഒരു ദിവസമില്ല. എന്തുകൊണ്ട് ഇല്ല? ലിമാ യുറാ മിൻ തനസ്സുലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഉപരിഭാഗത്തു നിന്നും അത്രമാത്രം റഹ്മത്തുകൾ ഇറങ്ങുന്ന ഒരു ദിവസമായിട്ടിക്കറ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് അറഫ ദിവസം കൊണ്ട് ചൊല്ലുന്നത്. അറഫ ദിവസം കൊണ്ട് ചൊല്ലുന്നത് അതാണ്. ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചും കൊണ്ട് നോമ്പ് നോൽക്കുക എന്നത്, ഹാജിമാരല്ലാത്തവർക്ക് നോമ്പ് നോൽക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്തായിട്ടിക്കറ്. സിയാമു യൗമി അറഫ അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സന അല്ലതി ഖബ്ലഹു വല്ലതി ബഅദഹു. അറഫ ദിവസത്തിലെ നോമ്പ് 2 വർഷത്തിലെ പാപങ്ങൾ പൊറുപ്പിക്കുന്ന നോമ്പായിട്ടിക്കറ്. ആരും ഈ പുണ്യകർമ്മം നഷ്ടപ്പെടുത്തരുത്. 2 വ്യാഴാഴ്ച നമുക്ക് പെരുന്നാളാണെങ്കിൽ അതിൻ്റെ തൊട്ട് ദിവസം, അതിൻ്റെ ഒരു ദിവസം മുന്നുള്ള ബുധനാഴ്ച 2 അറഫ. 2ത്തെ ദിവസം നോമ്പ് തോൽക്കൊടുക്കം മറന്നു പോകരുത് പ്രിയമുള്ളവരെ. വലിയ പ്രതിഫലമുള്ളതായിട്ടിക്കരെ ഒരു ഇബാദത്തായിട്ടിക്കര് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10 നമുക്ക് ഇട്ടുകൊടുക്ക് പോകരുത്. പിന്നീട് പിറ്റേത്തെ ദിവസം പെരുന്നാൾ ദിവസം. ആ പെരുന്നാൾ ദിവസത്തിലെ ഏറ്റവും അല്ലാഹു തആലാക്ക് പ്രിയങ്കരമായതായിട്ടിക്കര കർമ്മമാണ് ബലികർമ്മം ചൊല്ലുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബർക്കത്താക്കപ്പെട്ട അനുഗ്രഹീതമായ ദിവസങ്ങളിലും അതുപോലെ മറ്റു ദിവസങ്ങളിലുമെല്ലാം ധാരാളം പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ
അങ്ങനെ പാപമുക്തരായ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണകോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വ ഇമാമിനാ വ ഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൽ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ സഹോദരിമാരെ, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങളിലേക്കാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ 10 ചൊന്നെങ്കിൽ അണ്ടത്തെ ദിവസം പെരുന്നാൾ നിസ്കാരം, അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ഉപദേശം എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 7:30 നിസ്കാരം തുടങ്ങുന്നതാണ് പെരുന്നാൾ നിസ്കാരം. എല്ലാവരും നേരത്തെ തന്നെ സ്ഥലത്തേക്ക് വന്നെത്തിക്കൊള്ളണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അണ്ടത്തെ ദിവസം അല്ലാഹു തആലാക്ക് ഏറ്റവും പ്രിയങ്കരമായതായിട്ട് ബലികർമ്മം നടത്തുക എന്നത്. ഫസല്ലി ലിറബ്ബിക വൻഹർ, പ്രവാചകരെ താങ്കളുടെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കറൂ, ബലികർമ്മം നടത്തറൂ. വലിയ ഒരു വിഭാഗം പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പെരുന്നാൾ നിസ്കാരമാണ്. ഫസല്ലിൻ്റെ അവിടെ ചെന്നത് അത് വലിയ പെരുന്നാൾ നിസ്കാരമായിട്ടിക്കര്. ബലികർമ്മം കൊണ്ട് ചെന്നത് അണ്ട് നടത്തരുതായിട്ടിരിക്കുന്ന ബലികർമ്മമാണ്. അപ്പോൾ സെല്ല് നിസ്കാരം കൊണ്ട് ഫസ്റ്റ് ചെന്നത്, പിന്നെയാണ് ബലികർമ്മം ചെന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിസ്കാരത്തിന് പിന്നെയാണ് ബലികർമ്മം നടത്തേണ്ടത് എന്നിങ്ങനെയെല്ലാം അതിനെ നമുക്ക് വ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹാബത്ത് കേൾക്കുന്ന ബലികർമ്മത്തെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രാധാന്യത്തോടെ ചൊല്ലുമ്പോൾ, യാ റസൂലല്ലാഹ് വമല്ലല്ലാഹി, എന്തിനാ ഈ ബലികർമ്മം കൊണ്ട് ചൊന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലുറു മില്ലത്ത് അബീക്കും ഇബ്രാഹിം. ബലികർമ്മം കൊണ്ട് ചെന്നെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തായിട്ടിക്കറ്. അതെ, ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. നമുക്കതിൽ എന്തിനുണ്ട് നബിയെ? സഹാബത്ത് വീണ്ടും കേക്കറ്. അല്ലാഹുവിൻ്റെ റസൂല് ചൊല്ലുറു, നിങ്ങൾ ബലിയെറുക്കൊണു പോകര ആ ബലിമൃഗത്തിലെ രോമം കണക്കാക്കിയിട്ട്, അതിലെ രോമം കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് അല്ലാഹു തആല ഹസനാത്തുകൾ രേഖപ്പെടുത്തറ്. നിങ്ങൾ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഉളുഹിയത്തിൻ്റെ പേരിൽ കിട്ടുന്നതായ പ്രതിഫലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അതിനെ നഷ്ടപ്പെടുത്തരുത്, ആരും നഷ്ടപ്പെടുത്തരുത്. പിശാചിന്റെ ദുർബോധനങ്ങളിൽ അകപ്പെട്ടു പോകരുത്. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. ഉളുഹിയത്തല്ലേ, അതൊരു സുന്നത്തല്ലേ, അതൊന്നും നീയൊന്നും അർക്കണിട്ടില്ല, നീയൊന്നും അത് ചെയ്യണിട്ടില്ല, അതൊക്കെ വലിയ വലിയ പണക്കാർ ചെയ്തെങ്കിൽ മയ്യാവും, നിനക്ക് കുറെ സമസ്യകളുണ്ടല്ലേ, നിന്റെ അക പണി പൂർത്തിയായിട്ടില്ലല്ലേ, നീ കെട്ടിച്ചു കൊടുക്കണക്കുള്ള മക്ക ഉണ്ടല്ലേ, അങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് പിശാച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പിശാചിന്റെ കുതന്ത്രത്തിൽ അകപ്പെട്ടു പോകരുത്. സാമാന്യമായ നിലക്ക് കഴിവുള്ളവരൊക്കെ ആ കർമ്മം നിർവഹിക്കണം. അതിനുള്ള വ്യവസ്ഥകൾ, ഏർപ്പാടുകളൊക്കെ നമ്മുടെ SKSM ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെയ്യുന്നവർക്ക്, അതായത് ഒരാൾക്ക് ഓരോരുത്തരും സ്വന്തമായി ഒരു ആട് അറുത്ത് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ ഏറ്റവും ഹൈറായ കാര്യമാണ്, നല്ല കാര്യമാണ്. ഒരാൾ അയാളുടെ കുടുംബത്തിന്, കുടുംബം എന്ന് പറയുമ്പോൾ ഒരു പിതാവ്, ഒരു മാതാവ്, മക്കൾ, ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ പിതാവ് അതിൻ്റെ യജമാനൻ അറുത്ത് കൊടുത്താൽ എല്ലാവർക്കും അത് മതിയാകുന്നതാണ്, എല്ലാവർക്കും അത് മതിയാകുന്നതാണ്. ഇനി ഒരാൾക്ക് അത് അറുത്ത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിലോ ഇസ്ലാമിൽ ഓപ്ഷനുണ്ട് അല്ലേ, ഓപ്ഷനുണ്ട്. അത് ആടല്ലാത്ത മൃഗങ്ങൾക്കാണ്. മാട്, ഒട്ടകം, മാട് കണ്ട് ചൊല്ലുമ്പത്തു, പശു, കാള, മൂരി, പോത്ത് തുടങ്ങിയവ, അതേപോലെ ഒണ്ടെ, ഇതിലൊക്കെ
ഓരോരുത്തർക്കും സ്വന്തമായി അറുത്ത് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ വളരെ നല്ല കാര്യം തന്നെയാണ്. കഴിയുന്നില്ല എങ്കിൽ 7 പേര് വരെ അതിൽ ഷെയർ ചെയ്യാവുന്നതാണ്. 7 പേര് വരെ ചെന്നെങ്കിൽ 7 പേരെന്നെ ആവണിട്ടില്ല. രണ്ടാൾ കൂടി അറുക്കരുത്, നല്ലതാണ്. 2 ആൾ കഴിയുന്നില്ല, 3 ആളെയും കൂട്ടി അറുക്കരുത്, നല്ലതാണ്. 4 ആള്, 5 ആള്, 6 ആള്, 7 ആള്, 7ൻ്റെ അപ്പുറമാണ് കുത്തീറ. ആ നിലക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത്രയെല്ലാം എളുപ്പമുള്ളതാണ്. SKSM-ൻ്റെ കീഴിൽ ഇവിടെ നിർവഹിക്കുന്നത് പോരതായിട്ടിക്കരെ ഈ സാമൂഹികമായിട്ടിക്കരെ കലക്റ്റീവായിട്ടിക്കരെ ഈ കുർബാനയിൽ വെറും 5500 രൂപ കൊടുത്താൽ മയ്യാവും. 5500 കൊടുത്താൽ അതിലൊരു ഷെയറായി. അപ്പോൾ നിങ്ങൾ ഒരു ഉളുഹിയ്യത്ത് അറുത്തതുപോലെയായി. താല്പര്യമുള്ളവർക്കൊക്കെ ഈ സാമൂഹികമായ കുർബാനയിൽ അവർക്ക് ചേരാവുന്നതാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ധാരാളമായിട്ട് നാം ഉളുഹിയ്യത്തിനെ അധികരിപ്പിക്കണം. കാരണം ഇവിടെ ശിർക്കിൻ്റെ ബലികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിർക്കിൻ്റെ ബലികൾ നിങ്ങൾക്കറിയില്ലേ? കോഴികളൊക്കെ നേർച്ചയാക്കുന്നത്, മുഹീദ് ഷേഖിന്റെ പേരിൽ കോഴിനെ നേർച്ചയാക്കുന്ന സമ്പ്രദായം അത് ഇന്നും ഉണ്ട് എന്നാണ് വിചാരിക്കുന്നത്. കോഴിനെ നേർച്ചയാക്കുന്നു, ആടിനെ നേർച്ചയാക്കുന്നു. മുഹീദ് ഷേഖിന്റെ പേരിൽ, ഫായ് ഷേഖിന്റെ പേരിൽ, ഉള്ളാളത്തെ മദനി തങ്ങളുടെ പേരിൽ. എന്നിട്ടോ ആ നേർച്ചയാക്കിയ മൃഗങ്ങൾ ഇങ്ങനെ സ്വതന്ത്രമായ നിലക്ക്, സ്വൈര്യമായ നിലക്ക് കണ്ടവൻ്റെ കിട്ടിയവൻ്റെ അവൻ്റെ വയലിലും അവൻ്റെ സ്ഥലത്തും അവൻ്റെ ഭൂമിയിലൊക്കെ കയ്യേറിയൊക്കെ തിന്ന് നശിപ്പിച്ച് ആരും ഒന്നും പറയില്ല. പേടിയാണ്. കാരണം ഔലിയാക്കന്മാരെ നേർച്ച നേർന്നതാണ്. അള്ളാഹിനോട് പോലും അത്ര പേടി ഉണ്ടാവില്ല. അള്ളാഹിനൊന്നും അവർക്ക് റബ്ബർ സ്റ്റാമ്പാണ്. പക്ഷെ ഔലിയാക്കന്മാരെ പേരിൽ നേർച്ചയാക്കിയതെന്ന് പറഞ്ഞിട്ട് പേടിയാണ്. എന്നിട്ട് അവസാനം എന്താ ചെയ്യരുത്? ആ മൃഗങ്ങളെ ബലിയെറുക്കറ്. ആർക്ക് വേണ്ടി? അള്ളാഹിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ? അല്ല. അള്ളാഹു അല്ലാത്തവരുടെ പ്രീതിയാണ്. മുഹീദ് ഷേഖിൻ്റെ പേരിൽ, ഫായ് ഷേഖിൻ്റെ പേരിൽ ഉള്ളാളന്തങ്ങൾ ഷിർക്കിൻ്റെ ബലിയാണ് പ്രിയമുള്ളവരെ. നരകം, കാലാകാലം നരകത്തിലേക്ക് പോകുന്ന ഷിർക്കിൻ്റെ ബലി. അതുകൊണ്ട് ധാരാളം തൗഹീദിൻ്റെ ബലികൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. അതാണ് ഉളുഹിയ്യത്ത്. എന്താണ് ഉളുഹിയ്യത്ത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു, എനിക്ക് എൻ്റെ മകനല്ല വലുത്, എൻ്റെ മകനോടല്ല നക്ക് ചെമ്മ മഹബത്തുള്ളത്, അള്ളാഹുവോടായിട്ടിക്കറ് എന്ന് കാണിച്ചു കൊടുത്തു. അത് അല്ലാഹു തആല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, ജനങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഖുർആനിലൂടെ അദ്ദേഹത്തിന്റെ കീർത്തി, അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി അള്ളാഹു അതിനെ നടപ്പിലാക്കി. നമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുത്ത അതേ ദിവസം തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെപ്പറ്റി മില്ലത്തു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്താണ് എന്ന് ആ ബലികർമ്മത്തെപ്പറ്റി പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ഈ 10 ദിവസങ്ങളിൽ നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥമായ നിലക്ക് അള്ളാഹുവിൻ്റെ പ്രീതി, അവൻ്റെ വജ്ഹിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാവിധ ചെറുതും വലുതുമായ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫിയാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, ഉണ്ട് നമ്മുടെ പള്ളിയുടെ കളക്ഷനായിട്ടിക്കർ എല്ലാവരും ഉദാരമായ നിലക്ക് ഈ ദിൽഹിജ്ജ് ആദ്യത്തെ 10 സദഖാക്ക് ചെമ്മ പ്രതിഫലമുള്ള ദിനരാത്രങ്ങളാണ്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഉദാരമായ നിലക്ക് ധാരാളമായി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പ്രത്യേകമായി നിങ്ങൾ ഓർമ്മിപ്പിക്കരെ. അതേപോലെ പെരുന്നാൾ നിസ്കാരം 7:30 കായിട്ടിക്കർ എന്ന കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തരെ. സാമൂഹികമായ കുർബാനി താല്പര്യമുള്ളവർ 5500 രൂപ കൊടുത്തും കണ്ട് അതിൽ വളരെ വേഗത്തിൽ അതിൽ നിങ്ങൾ ഷെയർ കൂടാൻ നിങ്ങൾ മറന്നു പോകരുത്. പിന്നീട് അറിയിക്കൊണ്ടുള്ളത് നാളക്കൽ ഞായറാഴ്ച 2/24 കാവൂറിൽ വെച്ചിട്ട് ഒരു ധാർമ്മികമായ സമാവേശം നടക്കൊണ്ടു പോകും. കാവൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് മഗ്രിബിന് പിന്നാലെ. പ്രിയമുള്ളവരെ, എല്ലാവരും അതിൽ ഭാഗഭാക്കാകണം. ക്ലിപ്പ് സഹിതമാണ് പരിപാടി. കാരണം ഇവിടെ നമ്മുടെ ഇടയിൽ പുരോഹിതവർഗം ഒരുപാട് ഇസ്ലാമിനെയും അതുപോലെ ഈ പ്രസ്ഥാനത്തെയും എല്ലാം തന്നെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
പുരോഹിതവർഗം ജനങ്ങളെ കഴിയുന്നത്ര എത്ര കണ്ടവർക്ക് സാധിക്കുന്ന അത്ര കണ്ടവരെ തെറുത്തപ്പാട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ജനങ്ങളുടെ ഇടയിൽ അപകീർത്തിപ്പെടുത്താൻ ഒരുപാട് സുള്ള് ആരോപണങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ തക്കതായ നിലക്ക് മറുപടിയൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പരിപാടിയും കൂടി ആയിട്ട് കണ്ട് നടക്കുന്നത് പോകരുത്. എല്ലാവരും അതിൽ സഹകരിക്കണം, ഭാഗഭാക്കാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ പവനമായ ദീനിൽ തൗഹീദിൽ അവസാന നിമിഷം വരെ അടിയുറച്ചു നിൽക്കുന്നു. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.